ഈറ്റ്സിന്റെ കാവ്യങ്ങൾ വീശിയടിക്കുന്ന മലനിരകളിലൂടെ ഞങ്ങളുടെ യാത്ര കൗണ്ടി മയോയിലേക്കായിരുന്നു. കെറിയുടെയും ക്ലെയറിന്റെയും ഡോണികളുടെയും അത്ര തന്നെ സുന്ദരമായ അയർലൻഡിലെ വെസ്റ്റ് കോസ്റ്റിൽ ചെയ്യുന്ന ഈ സ്ഥലത്തിനും പറയാനുണ്ട് ഒരുപാട് കഥകളും കാഴ്ചകളും. ക്ലോക്കൊന്നുകളോട് സാമ്യം തോന്നുമെങ്കിലും ആക്കിൽ ഐലൻഡ്സിന്റെ മുകളിലൂടെയുള്ള യാത്ര സാഹസം നിറഞ്ഞതായിരുന്നു. മലയുടെ ഉയരം കൂടുന്നതിനൊപ്പം കാറ്റിന്റെ താളവും കൂടിക്കൊണ്ടേയിരുന്നു. മലയിറങ്ങിയ ഞങ്ങളെ കാത്തിരുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അയർലൻഡിൽ തന്നെ ബെസ്റ്റ് ബീച്ചായ കീം ബീച്ചിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഒരുപാട് മൂവീസിന്റെ ലൊക്കേഷനാണ് ഈ സ്ഥലം. അതിൽ ഏറ്റവും പ്രധാനമാണ് ബാൻഷീസ് ഓഫ് ഇൻഷീരൻ. ധാരാളം സീ ഫുഡ് റെസ്റ്റോറന്റ് ഉള്ള സ്ഥലം കൂടിയാണ് ആക്കിൽ ഐലൻഡ്സ്. സർഫിംഗ് പ്രേമികളുടെയും പാരാഗ്ലൈഡേഴ്സിന്റെയും ഫേവറേറ്റ് പ്ലേസ് ആയ കീൽ ബീച്ചിൽ നിന്ന് ഞങ്ങൾ പോയത് അടുത്തുള്ള ഒരു അക്വേറിയത്തിലേക്കായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന അക്വേറിയത്തിലെ ഫീസ് 13 യൂറോ ആയിരുന്നു. റോണിയൽ കൗണ്ടി പോലെ തന്നെ ധാരാളം ബീച്ചസ് ഉള്ള ഒരു കൗണ്ടിയാണ് മയോ. അയർലൻഡിലെ ബ്യൂട്ടിഫുൾ ഹൗസായ വെസ്റ്റ്പോർട്ട് ഹൗസും ഇവിടെയാണ്. ക്ലോക്ക് പാട്രിക് മലനിരകളും ഡൗൺ പാട്രിക്കും ഡൂളോ വാലിയും വിശ്വവിഖ്യാതമായ നോക്ക് കത്തീഡ്രലും ഇവിടെയാണുള്ളത്. സ്ഥലങ്ങൾ മാത്രം നിങ്ങൾ അവിടോട്ട് മാത്രം എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ കണ്ണ് തുറന്ന് മുന്നോട്ട് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മളെ തേടി ഒരുപാട് മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അത്രയ്ക്കും ബൈ ബൈ.